പെട്ടിക്കുട്ടി മമ്മൂട്ടി. പണ്ടത്തെ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി അറിയപ്പെട്ട് തുടങ്ങിയത് ഈ സമവാക്യത്തിൽ നിന്നായിരുന്നു. എല്ലാ സിനിമകളിൽ ആവർത്തന സ്വഭാവമുള്ള വേഷങ്ങൾ. അവിടെ നിന്ന് പല പ്രമുഖരെയും മാറ്റി നിർത്തി ആളുകൾ മമ്മൂട്ടിയെ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നു മുതലാകും. അദ്ദേഹത്തിന്റെ വളർച്ച സിനിമയിലൂടെ മാത്രമല്ല, സിനിമാ ഗാനങ്ങളിലൂടെയും പരിചയപ്പെടാം. ആ പാട്ടുകളും സിനിമകളും മമ്മൂട്ടി എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? മമ്മൂട്ടിയുടെ ചലച്ചിത്ര ഗാനങ്ങളുടെ ചരിത്രം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം പോലെ തന്നെ സമ്പന്നമാണ്. കഥാപാത്രങ്ങളുടെ കരുത്തും തീവ്രതയും ആഴവും പ്രതിഫലിക്കുന്ന ഗാനങ്ങളാണ് മമ്മൂട്ടിക്ക് പലപ്പോഴും ജീവൻ നൽകിയത്. 1980-കളിലെ മമ്മൂട്ടിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ പൂമാനമേ നിറക്കൂട്ട് എന്ന സിനിമയിൽ 1985-ൽ തന്നാനം തന്നാനം, യാത്ര 1985 എന്നീ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ വൈകാരിക പ്രകടനം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. ഈ ഗാനങ്ങൾ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ കൃത്യമായി വരച്ചുകാട്ടുകയും ചെയ്തു. വളർച്ച തുടങ്ങിയ സിനിമകൾ 1990-കൾ അദ്ദേഹത്തിന്റെ കരിയർ കൂടുതൽ വൈവിധ്യമായി പൂർണ്ണമായി. ചന്തുവിന്റെ ദുരിത ജീവിതം പറഞ്ഞ ചന്ദലേപ സുഗന്ധം എന്ന വടക്കൻ വീരകഥയിലെ പാട്ടും, അച്ഛൻ മകൻ ബന്ധത്തിന്റെ ആഴം കാണിച്ച ഓലത്തുമ്പത്ത് എന്ന പപ്പയുടെ സ്വന്തം സിനിമയിലെ പാട്ടും, അതുപോലെ തന്നെ പ്രണയത്തിന്റെ നിശബ്ദം ആവിഷ്കരിച്ച വെണ്ണില ചന്ദനക്കണം തുടങ്ങിയ ഗാനങ്ങൾ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മികച്ച ഗാനങ്ങളായി മാറി. പുതിയ സഹസ്രാബ്ദങ്ങളിൽ മമ്മൂട്ടിയുടെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധേയമായി. ഒരു അനാഥന്റെ വേദന പകർത്തിയ കുഞ്ഞേ നിനക്ക് വേണ്ടി ഏറെ ഹൃദയഭേദകമായി മാറി. കൂടാതെ വിധിയുടെ കയ്യൊപ്പ് എന്ന ഗാനത്തിന് അദ്ദേഹത്തിന് ഗായകനായി അരങ്ങേറ്റവും കുറിച്ചു. ആരാധകർക്ക് ഒരു അപ്രതീക്ഷിത സമ്മാനമായിരുന്നു അത്. ഈ ഗാനം അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ ഏകാന്തതയ്ക്ക് ഒരു സംഗീത ആവിഷ്കാരമായി മാറി. എന്നാൽ ഇപ്പോൾ സമീപകാലത്ത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ കൂടുതലും ആധുനിക ഗാനങ്ങൾ ചിത്രീകരിച്ചു. ബി നോട്ട് ഡ്രസ് പോലുള്ള ഗാനങ്ങൾ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷായ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകി. മമ്മൂട്ടിയുടെ ഗാനം കേവലം പാട്ടുകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ ആത്മാവിനെ വരച്ചുകാട്ടുന്നത് കൂടിയാണ്. ഓരോ ഗാനവും അദ്ദേഹത്തിന്റെ അഭിനയയാത്രയിൽ ഓരോ ഏടുകളാണ്. ഓരോ ഘട്ടത്തിലും അദ്ദേഹം ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ആ ചിത്രങ്ങളുടെ പാട്ടുകളെ ഓർമ്മിപ്പിക്കുന്നു.